Summer Jam with RJ Subbu. യേശുദാസിന്റെ ശബ്ദം കേൾക്കാത്ത മലയാളികളില്ല. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അഭിനയം ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല. ഒരുപക്ഷെ മലയാളികൾക്ക് ഇത്തരത്തിൽപ്പെടുന്ന കുറേ ശീലങ്ങളുണ്ട്, ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ കൂടെ. വേറെ ആരുമില്ല, നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറികൾ തുറന്നു വെച്ചാൽ ഒരുപാട് എനർജി നമുക്ക് തരുന്ന കുറെ നല്ല ചിരികൾ സമ്മാനിക്കുന്ന ഒരു വ്യക്തി, അത് റിമി ടോമി. ഞാനീ പറഞ്ഞാലൊക്കെ സത്യമല്ലേ സാർ? സത്യമാണോ? ഇഷ്ടായല്ലേ? ഓക്കെ, എന്തായാലും തിങ്കൾ മുതൽ വെള്ളി വരെ പുഷ്പവല്ലിയാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിലെ സുബുവിന്റെ കൂടെ. സ്വാഗതം ക്ലബ് FM-ലേക്ക്. താങ്ക് യു സുബു. സുബുവിന്റെ സൗണ്ട് ഇങ്ങനെ എപ്പോഴും കേട്ടിട്ടുണ്ട്. നേരിട്ട് കാണാൻ ഇത്ര ഭംഗിയുള്ള ഒരാളാണെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ആദ്യമേ ഇങ്ങോട്ട് അല്ലേ? കുഴപ്പമില്ല. എന്തായാലും നമുക്കൊരു 5 ചോദ്യങ്ങൾ ആദ്യം. തിങ്കൾ മുതൽ വെള്ളി വരെ റിമി ടോമിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ദിവസം ഏതാണ്? വ്യാഴാഴ്ച, ഞാൻ ജനിച്ച ദിവസമാണ്. ഭർത്താവിനെ കാണണമെന്ന് തോന്നുന്ന ഒരു ദിവസം ഏതാണ്? അതൊരു ഭയങ്കര ചോദ്യമായി പോയല്ലോ. ഭർത്താവിനെ കാണണമെന്ന് ശനിയാഴ്ച ആയിക്കോട്ടെ, ശനിയുടെ അപഹാരം എന്നൊക്കെ പറയില്ല, അതുപോലെ. റിമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഴ്ച? ഞായറാഴ്ച ആയിക്കോട്ടെ, എല്ലാവർക്കും അതായിരിക്കും ഇഷ്ടം. അപ്പൊ എനിക്കും അത് തന്നെ ഇഷ്ടം. തിങ്കൾ മുതൽ വെള്ളി വരെ ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ പറയുന്ന ദിവസം? എല്ലാ സെക്കൻഡിലും വരാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ദിവസമൊന്നും വേണ്ട. തിങ്കൾ മുതൽ വെള്ളി വരെ സിനിമ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ റിമി കട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ട ദിവസം ഏത്? ഏറ്റവും കൂടുതൽ കട്ട് കേട്ട ദിവസം എനിക്ക് തോന്നുന്നത് അതിനകത്ത് സാജൻ സൂര്യയെ കാണാൻ പോകുന്ന ഒരു രംഗമുണ്ട്. ഞാൻ ഭർത്താവിന്റെ കൂടെ ചേരാൻ വേണ്ടിയുള്ള സീരിയൽ ലൊക്കേഷനിൽ ഫസ്റ്റ് ആയിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും കാണുമ്പോഴത്തേക്കും ഞാൻ ആകെ, എന്റെ സൂപ്പർ സ്റ്റാർസ് ആണ് സീരിയലിലെ അവരൊക്കെ. അപ്പോൾ കണ്ടുപാടെ ഞാൻ ഓടി ചെന്നിട്ട് പുള്ളിയുടെ അടുത്ത് ചെന്നിട്ട് അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആദ്യത്തെ 2 ടേക്കിൽ ഉഗ്രനായി. അപ്പോൾ സാജൻ എന്റെ അടുത്ത് പറഞ്ഞു, റിമി നാച്ചുറൽ ആക്ടർ ആണ് കേട്ടോ എന്ന് പറഞ്ഞു, എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കര സന്തോഷമായി. അത് പറഞ്ഞു ഞാൻ അടുത്ത ടേക്ക്, ആ ടേക്കിൽ എന്തോ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, ടെക്നിക്കലായിട്ട് എന്തോ പ്രശ്നം വന്നു. പിന്നെ ഒരു 5 പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് ആ ടേക്ക് പക്കയായത്. മലയാള സീരിയൽ രംഗത്തെ കരിങ്കണ്ണനാണോ സാജൻ? കരിങ്കണ്ണനാണോന്ന് എനിക്കറിയത്തില്ല, കരുനാക്കൊള്ളവനാണ്. അത് ഏറ്റവും ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ ഒരു ചെറിയ യുദ്ധമാണ് നടക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന, ഏറ്റവും കൂടുതൽ വാക്കുകൾ സ്വന്തമായിട്ടുള്ള ഒരു കക്ഷിയാണ്. ആളുടെ പേര് റിമി ടോമി എന്നാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എവിടെയോ ഒരു എനർജി ഫീൽ ചെയ്യുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തെ എനർജി പവർ ബാങ്ക് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പോലെ വിശേഷിപ്പിക്കാൻ തയ്യാറല്ല. ഞാനിപ്പോ വിശേഷിപ്പിക്കുന്ന ഒരു സുന്ദരി എന്നാണ്. മേക്കപ്പ് ഇട്ടിട്ടില്ല. ഇതിലാണ് സൗന്ദര്യം കൂടുതൽ. സത്യമായിട്ടും ഞാൻ വളരെ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നു താങ്കൾക്ക് താങ്കളുടെ മൂക്കിനെ കുറിച്ച് വലിയൊരു സന്തോഷമില്ല. മൂക്ക് എല്ലായ്പ്പോഴും മേക്കപ്പിൽ താങ്കൾ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, സത്യമല്ല? അല്ല, ഞാനിതൊക്കെ എവിടെയോ പറയുന്നൊക്കെ എന്തോ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അത് വേറെ രീതിയിലുള്ള ഏജ് കെട്ടാൻ പോകുന്നില്ല. കാരണം എനിക്ക് എന്റെ ശബ്ദമാണ് വലുത്. എനിക്ക് താങ്കളെ കുറിച്ച് നല്ല പാട്ടുകൾ നേരിട്ട് കേൾക്കണം. റെഡിയല്ലേ? ആദ്യം എനിക്ക് കരളിന്റെ കരളെ കേൾക്കണം. ഒരു വരി. എന്താണ് അത്? ചുമ്മാ അല്ല, അപ്പൊ സുബുവിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കരളേ കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ. റോയ്സിന് മുമ്പ് കരളിന്റെ കരളെ എന്ന് റിമി ടോമി മനസ്സിൽ ആത്മാർത്ഥമായി പറഞ്ഞിട്ടുള്ളത് ആരെ കുറിച്ചാണ്? അത് ഒരുപാട് പേരോട് തോന്നിയിട്ടുണ്ട്. അത് പെട്ടെന്ന് പറയാൻ പറ്റും. ഞാൻ ചോദിച്ച സമയത്ത് മനസ്സിൽ വന്ന ആളുടെ പേര് പറയും. വെറുതെ ആദ്യത്തെ അക്ഷരം പറഞ്ഞാൽ അവരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടാവൂല്ലോ. പോയോ? ഉത്തരം പറയുന്നില്ല ഇതിന്. വാസ്കോ ഡ ഗാമ. പുതുവർഷം കാണാൻ കവിളിലുമ്മ. വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായിട്ട് കാലുകുത്തിയ വർഷം ഏത്? 1982. 1982 അദ്ദേഹം. അതെ, വെറും ഒരു 10-30 വർഷമായിട്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം. സോറി 42. സമ്മതിച്ചു സാർ, ഞാൻ നിങ്ങളുടെ സൗകര്യം ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. മനസ്സ് മയക്കിയാളെ കൊടുക്കണ ചൂണ്ടേ നീട്ടിയിരിപ്പുണ്ടേ മണവാട്ടി പെണ്ണിൻ കണ്ണുകൾ. റിമി ടോമിയുടെ കയ്യിലെ ആളെ മയക്കുന്ന ചൂണ്ട ഏതാണ്? പാട്ടാണോ? താങ്കളാണ് പറയേണ്ടത് ഉത്തരം. എനിക്ക് പാട്ട് തന്നെ മതി. ഉള്ളിൽ കൊതി വിടരും. ഉള്ളിൽ കൊതി വിടരും എന്താണ് ഒളി കണ്ണുള്ള പ്രിയവരനേ. എന്ത് കാണുമ്പോഴാണ് റിമി ടോമിക്ക് ഏറ്റവും കൂടുതൽ കൊതി വരുന്നത്? ചോറും നല്ല പുളിശ്ശേരി, പിന്നെ മീൻകറി, ഉണക്കമീൻ ചതച്ചത്. ശരി, കൊഞ്ചി കേൾക്കട്ടെ. കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം, നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുല തിന്നൽ. ആരുടെ അടുത്താണ് താങ്കൾ ഏറ്റവും കൂടുതൽ കൊഞ്ചിട്ടുള്ളത്? സൂപ്പറായി പാടിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏറ്റവും കൂടുതൽ കൊഞ്ചാറുള്ളത് പ്രേക്ഷകരുടെ അടുത്താണെന്ന് തോന്നുന്നു. കൊറേ രക്ഷപ്പെടലുണ്ടേ, സത്യങ്ങളെ കുറച്ച് മറച്ചു വെക്കുന്നുണ്ട്, കുഴപ്പമില്ല. അടുത്തത് മിഴികളിൽ നാണം. മിഴികളിൽ നാണം, മൊഴികളിൽ നാണം, ഇതാകവേ നാണം. റിയൽ ലൈഫിൽ റിമി ടോമിക്ക് ഏറ്റവും കൂടുതൽ നാണം വന്നത് എന്ന്, എപ്പോൾ, എന്തുകൊണ്ട്? എനിക്ക് തിങ്കൾ മുതൽ വെള്ളി വരെയിലായിരിക്കും. അതില് കല്യാണത്തിന് എനിക്ക് ഭയങ്കര നാണമായി പോയി. പക്ഷെ ഞാൻ മുഖത്ത് കാണിച്ചില്ല. True or false? True or false?
ഇനി ക്ലബ് FM സ്റ്റാർ ജാമിൽ ട്രൂ ഓർ ഫോൾസിന്റെ ടൈം. ഞാനും റിമി ടോമിയും തമ്മിൽ ഒരു ചെറിയ തെറ്റും ശരിയും കളി. ഹലോ സാർ, റെഡി? ഞാൻ വീട്ടിലെ റൗഡി. ഞാൻ വളരെ സെൻസിറ്റീവ്. ഞാൻ പെട്ടെന്ന് കരയും. നല്ലത് പറയുമ്പോഴും പുകഴ്ത്തുമ്പോഴുമാണ് എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. പുകഴ്ത്തൽ കേൾക്കുമ്പോഴും കരയാറുണ്ട്. നമ്മൾ പ്രത്യേക ടൈപ്പാണ്. ഓക്കെ, ഞാൻ എന്തും തുറന്നു പറയും. എനിക്ക് മുടിയുള്ള ആളുകൾ ഒരുപാട് ഇഷ്ടം. സുനാമി വന്നാലും കഴിക്കുന്ന ഫുഡ് കൈവിട്ട് കളയില്ല. ചോറിനോണ്ടിരിക്കുവാണെങ്കിൽ മിക്കവാറും കഴിച്ചിട്ട് പോകുള്ളൂ. എനിക്ക് പറയുന്ന അത്രയും തൊലിക്കട്ടിയില്ല. എനിക്ക് പറയുന്ന അത്രയും തൊലിക്കട്ടി ഇല്ല എന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല, ഉണ്ടെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഒരു കാര്യം ചെയ്യും, ട്രൂ എന്ന് വെച്ചു. വിവരമില്ലായ്മ എന്റെ അലങ്കാരം. വളരെ നിഷ്കളങ്കമായിട്ടൊക്കെ ട്രൂ. എനിക്ക് ആത്മധൈര്യം കൂടുതൽ. എനിക്ക് നല്ല കൈപുണ്യം. റോയ്സിന് ഏറ്റവും ഇഷ്ടം കൂർക്കയിട്ട പോർക്ക് കറിയാണോ? റോയ്സിന് അതാ ഇഷ്ടം. അത് താങ്കൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ കൃത്യമായിട്ട്? അല്ല, നമ്മുടെ വീട്ടിൽ ചേച്ചി ഉണ്ടാക്കി കൊടുക്കും. അമ്മ എന്നെ പാട്ടുകാരിയാക്കി. പാട്ട് പഠിക്കാൻ പോയ സിംഹത്തിന്റെ മട ഒരെണ്ണം പറയും. സ്കൂളിലെ സാറ് ജോർജ് സാറ് സിംഹായിരുന്നു. ഒത്തിരി സാറിന്റെ ഏറ്റവും കൂടുതൽ വഴക്ക് മേടിച്ചേക്കുന്നത് ഞാനാ. എന്തെങ്കിലും വികൃതി ഒപ്പിച്ചിട്ട് മ്യൂസിക് ക്ലാസ്സിന്റെ പുറത്തൊക്കെ ഒത്തിരി പ്രാവശ്യം നിർത്തിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മമ്മീനെ കഴിഞ്ഞ ദിവസം പാലയെ വെച്ച് കണ്ടപ്പോ ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അത് കുറച്ച് വികൃതിയും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ട്, പക്ഷെ നന്നാവാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. നമ്മള് രക്ഷപ്പെടാതെ വരുന്ന സാർ എന്ത് പറയും? അവൾ അന്നേ ഭയങ്കര വികൃതിയാണ്, ഞാൻ പറഞ്ഞില്ല നന്നാവില്ല. 7 മണി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. രാവിലെ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷെ സിനിമയുടെ ലൊക്കേഷൻ പോയപ്പോ കണ്ടു. 7 മണി എന്താന്ന് അറിഞ്ഞു. എങ്ങനെയുണ്ട് 7 മണി? നല്ല രസമുള്ള സംഭവമാണ്. നല്ല സംഭവമാണ്. ഇഷ്ടപ്പെട്ടു. ഇനി സ്ഥിരമായിട്ട് 7 മണി കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വേണോ? ശരി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. തുള്ളിച്ചാടൽ എന്റെ ഹോബി. തുള്ളിച്ചാടൽ എനിക്ക് അതൊക്കെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. നേരത്തെ സിനിമ എന്ന് പറയുന്നതിന് മുമ്പ് ഏറ്റവും പറയേണ്ടത് പാട്ടിനോടൊപ്പം ഡാൻസ്. ചിരി എന്റെ ട്രേഡ് മാർക്ക്. ചിരി തീർച്ചയായിട്ടും. അതിപ്പോ എന്ത് വൃത്തികെട്ട ചിരിയാന്ന് ചിലർക്ക് തോന്നിയാലും അത് എന്നെ സംബന്ധിച്ച് ദൈവാനുഗ്രഹം തന്നെയാണ്. പാലക്കാരികൾ സാമർത്ഥ്യക്കാരികൾ. പാലക്കാരികൾ എല്ലാരും സാമർത്ഥ്യക്കാരിയാണോന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സാമർത്ഥ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്റെ കയ്യിൽ 10ലേറെ പാസ്പോർട്ട്. അത് ഉണ്ട്. എത്ര രാജ്യങ്ങൾ കണ്ടു ഇതുവരെ ജീവിതത്തിൽ? ഇപ്പൊ എത്ര വയസ്സായി? 18. കറക്റ്റ് എങ്ങനെ മനസ്സിലായി? വന്നപ്പോഴേ എനിക്ക് തോന്നി. ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലല്ലേ? ഇല്ല. അതെങ്ങനെ മനസ്സിലായി? ഒരാളുടെ കണ്ണിൽ നോക്കി നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. 18 വയസ്സ് എന്ന് പറഞ്ഞാൽ നുണയാണ്. എനിക്കറിയാം താങ്കൾക്ക് 34 വയസ്സായി. ശരി, ഏത് പറയൂ, എത്ര രാജ്യങ്ങൾ കണ്ടു ഇതുവരെ? അത്യാവശ്യം കുറെ രാജ്യങ്ങൾ കണ്ടു. 10ാം ക്ലാസ് വരെ ഞാൻ സിനിമ പാട്ട് പാടിയിട്ടേ ഇല്ല. എന്നല്ല, ചില നമ്മുടെ വീട്ടിലെ ഫംഗ്ഷനോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ചോദിക്കുമ്പോ പാടും. ശരി. സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കട്ട് വാങ്ങി കഴിച്ചിട്ടുള്ളത് സിപ്പപ്പ്. ഐസ്ക്രീം സിപ്പപ്പ് ഭയങ്കര ഇഷ്ടമാണ്. കുറെ സിപ്പപ്പ് കഴിച്ചിട്ടുണ്ടോ? ഒത്തിരി. ബെറ്റുണ്ടോ? ഇനി ക്ലബ് FM സ്റ്റാർ ജാമിൽ ബെറ്റിന്റെ ടൈമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളെ പന്തയം വെച്ച് തോൽപ്പിക്കുന്ന കക്ഷിയാണ് മിനി സ്ക്രീനിൽ. അത് റിമി ടോമി. ഹായ് ടോമി. അപ്പൊ ഒരു കാര്യം ചെയ്യാം റിമി ടോമി, നമുക്കൊരു നല്ലൊരു ഒരു സൗണ്ട് കേൾക്കാം. പക്ഷെ അതിന് മുൻപ് 3 ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ താങ്കളുടെ ഹൈറ്റ് എത്ര? 5'1". വെയിറ്റ്? 58. ഏജ്? എല്ലാവരും വിചാരം എനിക്ക് 22 അങ്ങനെ ഇരിക്കട്ടെ. അത് പറയാൻ ആൾക്കൊരു ധൈര്യക്കുറവ്. ഷാരൂഖ് ഖാൻ പൊക്കിയപ്പോഴത്തെ വെയിറ്റ് എത്രയാണ് താങ്കൾ? 64 കാണും. ഇപ്പൊ ഡയറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്രയും സ്ലിം ആയത്? അത്യാവശ്യം ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചോണ്ട് തീരെ കഴിക്കാണ്ടിരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ബെറ്റിലേക്ക് ചാടി കിടക്കാണ്. ഒരു രസികൻ കുസൃതി ചോദ്യം പറയണം. കുസൃതി ബുദ്ധിമുട്ട്, എന്നാലും ചോദിച്ചോ. കുഴപ്പമൊന്നുമില്ല, ഈസി ആയിരിക്കും താങ്കളെ സംബന്ധിച്ച്. തല പിന്നിലുള്ള ജീവി ആരാണ്? അത് മാത്രം പറഞ്ഞാൽ മതി. ഓ, എനിക്ക് അറിയാമായിരുന്നു. ഞാൻ തന്നെ ഇത് എവിടെയോ ചോദിച്ചിട്ടുണ്ട്. തല പിന്നിലുള്ള ജീവി. ഓ, പക്ഷെ നമുക്കൊരു ദിവസം എടുക്കാൻ പറ്റില്ലേ? ഓ, എന്നാ പറഞ്ഞു. തോറ്റോ ഞാൻ പറയുന്നത് ചെയ്യണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ശരി, എന്നാ തോറ്റു. ഇനി ആലോചിക്കേണ്ട, വെറുതെ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് സമയം കളയണ്ട. കൈ പൊക്കി പറയൂ, സുബു ഞാൻ തോറ്റു എന്ന് പറയും. സുബു ഞാൻ തോറ്റു. മുതല. ഓ ദൈവം, ഞാനിത് എത്ര പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ബെറ്റിൽ തോറ്റ് റിമി ടോമിയുടെ ഞാനിത് എത്ര പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്തിനും ഏതിനും ഉത്തരം പറയുന്ന റിമി ടോമിയുടെ കയ്യിൽ ഒരു ചെറിയ പാളിച്ച പറ്റിപ്പോയിരിക്കുന്നു. തല പുറകിലുള്ള ജീവി ആരെന്ന് ചോദിച്ചപ്പോൾ റിമി ടോമി പെട്ടെന്ന് പറഞ്ഞില്ലല്ലേ? പറഞ്ഞില്ല. ശരി, കുഴപ്പമില്ല. അത് മുതലെയായിരുന്നു. തോറ്റു കഴിഞ്ഞു താങ്കൾ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നല്ല ഒരു വോയിസ് കേൾക്കണം. എനിക്ക് പാട്ട് വേണ്ട, ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടല്ലോ നമ്മള്. ഒരു മിമിക്രി വരട്ടെ. ആരുടെ ശബ്ദം അനുകരിക്കും? ബാലേന്ദ്ര മേനോൻ. ചുമ്മാ നോക്കാം അത്ര. ഏയ്, ഇത് വിജയിക്കുന്നേ ഉറപ്പാ. എനിക്ക് തൃപ്തിയായി. എനിക്ക് വയ്യ. ഓക്കെ, ഇത് കൂടാതെ താങ്കൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു താരമാരാണ്? ബാലചന്ദ്ര മേനോൻ ചെയ്യാറുണ്ട്. അന്നൊന്ന് പറയും കേൾക്കട്ടെ. തുറക്കാനല്ലേ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും. ക്ലബ് FM സ്റ്റാർ ജാമിലേക്ക് 47. ഹല്ല. ഓക്കെ, ഹല്ല പറയൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് ഇവിടെ ഉത്തരം വേണം. മിനി സ്ക്രീൻ, ബിഗ് സ്ക്രീൻ, ഇഷ്ടമേത്? അതല്ലേ നമുക്ക് ചെയ്ത് ശീലമുള്ള കാര്യം. ശരി, ഗായിക, അവതാരക, ഏറ്റവും കൂടുതൽ താങ്കളെ ജനകീയമാക്കിയത് ഏതാണ്? ഗായിക തന്നെയാണ്. പക്ഷെ അവതാരക തള്ളി പറയാൻ പറ്റത്തില്ല. ഈ അവതാരക പാട്ടൊന്നും ഇല്ലാണ്ട് ആദ്യം കയറി വന്നിരുന്നെങ്കിൽ ഒരിക്കലും അവതാരക നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. മേമ്പൊടി എപ്പോഴും പാട്ടാണ്. പാട്ട് തന്നെ. ലോക പ്രശസ്തയായത് ഷാരൂഖ് ഖാൻ പൊക്കിയത് കൊണ്ട്, പാട്ടുകാരി ആയതുകൊണ്ട്? ഷാരൂഖ് ഖാൻ പൊക്കിയോണ്ട്. അതിന് മുമ്പ് എന്നെ ആരും അറിയാലായിരുന്നോ? പാട്ടുകാരി ആയതുകൊണ്ടാണ് നമ്മൾ ലോക പ്രശസ്തയായത്. സുന്ദരി, സെക്സി, കേൾക്കാൻ ഇഷ്ടമേത്? സെക്സി. അതാണോ ഏറ്റവും ഇഷ്ടം? അല്ല, തെറ്റില്ല. അതാണോ ഉള്ളിൽ ആഗ്രഹമാണോ പറഞ്ഞത്?
അപ്പൊ അത് നാണായി. സുന്ദരി തന്നെയാണ്. ശരി, വിവരക്കേട് ബുദ്ധി ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാക്കുന്നത് ഏതിൽ നിന്നും? എനിക്ക് തോന്നുന്നു എന്റെ വിവരക്കേട് കേൾക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പൊ നമ്മൾ എനർജി ഉണ്ടാക്കുന്നത് വിവരക്കേടിൽ നിന്നാണ്. കൂടുതൽ കേട്ടത് അനുമോദനം, വിമർശനം. വിമർശനം മാത്രം കേട്ടിരുന്നെങ്കിൽ വരെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയല്ല. അത് ആരുടെ കാര്യമാണല്ലോ അത് തന്നെയാ. ഹിന്ദി, ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടേത്? എനിക്ക് ഇംഗ്ലീഷ് തന്നെയാ. ഹിന്ദിയെ കുറച്ചുകൂടെ എനിക്ക് എളുപ്പം. ഷാരൂഖ് ഖാന്റെ അടുത്ത് സംശയം പപ്പ അടിച്ചു, പക്ഷെ എന്നാലും എനിക്ക് ഹിന്ദിയാണ്. അമ്മായിയമ്മ മരുമകൾ വീട്ടിലെ പ്രശ്നക്കാരി ആരാണ്? സീരിയൽ സെൻസിൽ പറയും. അമ്മായിമ്മയായിട്ട് ഇതേവരെ എനിക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല, കാരണം മുന്നിൽ ചെന്ന് അങ്ങനെ പെടാറില്ല. അപ്പൊ ഉത്തരം മരുമകളാണ്, താങ്കളാണ്. ഞാൻ തന്നെ ആയിക്കോട്ടെ. മോഹൻലാൽ മമ്മൂട്ടി ജയറാമിന്റെ കൂടെ താങ്കൾ കല്യാണ സീനിൽ അഭിനയിച്ചു, ഫസ്റ്റ് നൈറ്റ് സീനിൽ അഭിനയിച്ചു. ഇനി മോഹൻലാൽ മമ്മൂട്ടി ആരുടെ കൂടെ ഫസ്റ്റ് നൈറ്റ് സീനിൽ അഭിനയിക്കണം? അയ്യോ, ചരിത്രത്തിൽ ആദ്യമായി റിവിട്ടും ചിന്തിക്കുന്നു. അതിപ്പോ എന്താ പറയാ, മമ്മൂക്കയുടെ സിനിമകളിലൊന്നും ഫസ്റ്റ് നൈറ്റ് ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ തന്നെ മമ്മൂക്ക ഇത് കട്ട് ചെയ്യിപ്പിക്കും. പിന്നെ ലാലേട്ടൻ ആയിക്കോട്ടെ. പാലാ, തൃശ്ശൂർ ജീവിക്കാൻ ഏറ്റവും സുഖം എവിടെ? പാലാ പിന്നെ നമ്മുടെ സ്വന്തം ജനിച്ചു വളർന്ന നാട് എന്നുള്ള ഒരു ഇത് എന്തായാലും ഉണ്ടല്ലോ. ഉത്തരം പാലയിലേക്ക് വീണു. ഉറപ്പിച്ചു. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് താങ്കൾ ഒറ്റ വാക്കിൽ ഉത്തരം തരണം. നൂഡിൽസ്. പേടിയാണ് ഇപ്പൊ. മാണിക്കോഴ. സത്യമാവല്ലേ. സത്യമാവല്ലേ എന്ന് പറയുമ്പോ എവിടെയോ സത്യത്തിന്റെ മണമുണ്ടല്ലോ. സത്യമാണോ അതൊക്കെ? പാലക്കാരി പറയൂ, നമ്മൾക്കറിയില്ലല്ലോ അദ്ദേഹത്തെ കുറിച്ച്. ഞാൻ പാലയിൽ വന്നിട്ടില്ല, എനിക്ക് അതറിയത്തില്ല. ഞാൻ പത്രത്തിൽ വാക്ക് വായിച്ചു കേട്ടിട്ടേ ഉള്ളൂ. പ്രേമം സിനിമ, കാശുവാരി സിനിമ, സീരിയൽ, സ്ത്രീകളുടെ ലഹരി, പച്ചക്കറിയിലെ വിഷം, മത്തങ്ങ. അതെന്താ അത് മത്തങ്ങ എന്ന് പറഞ്ഞ പോലെ വിഷം അടിക്കാലോ. അതില് ഇഷ്ടംപോലെ കൊള്ളും അല്ലേ? സൂപ്പർ. കാലവർഷം. പൊതപ്പിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങുക. മോദിയുടെ ഭരണം 1 വർഷം. ആരാണ് പ്രധാനമന്ത്രി എന്ന് അറിയത്തില്ലാത്ത ഒരു കുഞ്ഞു പിള്ളേര് പോലും ഇല്ല. അതാണ് നരേന്ദ്രമോദി. സിംഗ് ഒന്നും ഇല്ലല്ലോ എന്റെ ഇടയിൽ. ശരി, മ്യൂസിക് ബാൻഡ്സ്. അതിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, മ്യൂസിക് ലവേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ ഇത് ചെയ്യുന്നത്. കോപ്പി അടിക്കുന്ന കുട്ടികളെ കണ്ടുപിടിക്കാൻ ചൈനക്കാർ ഒരു ചെറിയ വിമാനം കണ്ടെത്തിയിരിക്കുന്നു. ആ വിമാനത്തെ കുറിച്ച് റിമിറ്റോം എന്ത് പറയുന്നു? ഞാൻ ഒരു വിമാനത്തെ പറ്റി ഞാൻ അറിഞ്ഞില്ല. ഈ പറഞ്ഞപ്പോ കേട്ടപ്പോ കൊള്ളാമെന്ന് തോന്നിയോ? അത് നന്നായി, കാരണം എന്റെ ഒക്കെ ക്ലാസ് എന്തായാലും കഴിഞ്ഞു. എന്തായാലും ഞാൻ പഠിക്കാൻ പോണില്ല. ശരി, കോപ്പി അടിച്ച IG ഒറ്റ വാക്കിൽ എന്ത് പറയുന്നു? അദ്ദേഹത്തിന് ഒരു പക്ഷെ അത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. നമ്മളിപ്പോ എന്ത് പറയാനാ, അവനവന്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ ഇത്. കോപ്പിയടി. ഇത് ക്ലബ് FM ആണ്, സ്റ്റാർ ജാം ആണ്, ജാം ജ്യൂസർ ആണ്. എന്റെ കൂടെ ജ്യൂസ് അടിക്കപ്പെടാനാണോ ഞാൻ ജ്യൂസ് അടിക്കപ്പെടാനാണോ വിധി എന്നറിയില്ല. എന്തായാലും റിമിറ്റോമിയുണ്ട്. ഹായ്. ജ്യൂസ് തരുമോ കുടിക്കാൻ? സീരിയസ് ആയിട്ടാ? അല്ല, ചുമ്മാ. ഓക്കെ, ദുഷ്ടനാ ദുഷ്ടൻ എന്ന് താങ്കൾ തിങ്കൾ മുതൽ വെള്ളി വരെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോ. ഒരു കാര്യം ചോദിക്കട്ടെ, റിയൽ ലൈഫിൽ ഇതുപോലെ ദുഷ്ടനാ ദുഷ്ടൻ എന്ന് താങ്കൾ ആരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ഇത്ര സോഫ്റ്റ് ആയിട്ട് സ്നേഹത്തിലൊന്നും പറയില്ല. ദുഷ്ടനാണോ ദുഷ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് ആരെ കുറിച്ചാണ്? ആയിക്കോട്ടെ. അതെന്താ വെറുതെ അങ്ങോട്ട് ചാരി വെക്കാണോ? ഇടയ്ക്ക് വഴക്കമില്ലാത്ത ആൾക്കാരില്ലല്ലോ. ഓക്കെ, കേരളത്തിൽ ഒട്ടുമിക്ക ഭർത്താക്കന്മാരുടെയും ഫോണിൽ കാണുന്നത് പെണ്ണുങ്ങളുടെ നമ്പറാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ ആണിനും പെണ്ണിനും ഇപ്പോഴും ഒരു ഗുരുത്വാകർഷണ ബലം ഉണ്ടല്ലോ. അതില്ലാണ്ടാവുമ്പോഴാണോ? അല്ല, അത് മനുഷ്യനുള്ളിടത്തോളം കാലം അത് ദൈവം തന്നേക്കുന്ന ഒരു ഫീലാണ് അത്. പക്ഷെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ വേറെ ആണിനെ ആയിക്കോട്ടെ പെണ്ണിനെ ആയിക്കോട്ടെ നോക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ മതവിശ്വാസ പ്രകാരം പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ മനസ്സിൽ ഒരു ഇഷ്ടം തോന്നിപ്പോകുന്നു പലർക്കും. അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോണ തന്നെ പറച്ചിലായിരിക്കാം. സീരിയൽ ടൈമിൽ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ റിമിറ്റോമി അവരെ ഒഴിവാക്കുന്നത് എങ്ങനെ? റിമിറ്റോമി ഒഴിവാക്കത്തില്ല, കാരണം റിമിറ്റോമി അങ്ങനെ ഇപ്പൊ സീരിയൽ കുത്തിയിരുന്ന ആൾ. പക്ഷെ പുഷ്പവല്ലിയിലോട്ട് നോക്കുവാണെങ്കിൽ പുഷ്പവല്ലി ഗസ്റ്റിനെ പോയിട്ട് വീട്ടിലുള്ളവരെ തന്നെ പുഷ്പവല്ലിക്ക് അറിയത്തില്ല ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ആ സമയത്ത് എന്തൊക്കെ ചെയ്യുന്നു പുഷ്പവല്ലിക്ക് അറിയത്തില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും സീരിയൽ നടിമാർക്ക് ലിപ്സ്റ്റിക് ഉണ്ടായിരിക്കും. ഉറക്കത്തിൽ എണീക്കുമ്പോഴും കടന്നുറങ്ങുമ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുള്ള കാര്യമാണ്. ഒരു വിഷ്വൽ ബ്യൂട്ടി, അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ സംസാരിക്കുന്ന പുഷ്പവല്ലിയാണല്ലേ? അല്ല, ഇപ്പൊ സംസാരിച്ചത് റീമിയായിരുന്നു. ആണോ? തെറ്റിപ്പോയല്ലേ? ആ കഥാപാത്രമായിട്ട് ഞാൻ ഇതായെന്ന്. ശരിക്കും എനിക്ക് ഞാൻ ഇപ്പൊ പുഷ്പവല്ലിയെ പോലെ ഫീൽ ചെയ്തു. കാരണം സീരിയലിന്റെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ വല്ലാതെ പ്രക്ഷുബ്ധയാവുന്നു. ഞാൻ സീരിയലിലെ ആളല്ലേ ഇപ്പോ. ടെലിവിഷൻ അവതാരകർ, സീരിയൽ സംവിധായകർ ആരെയാണ് ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത്? അയ്യോ, അതൊന്നും പറയാൻ ഞാൻ യോഗ്യതയല്ല. ടെലിവിഷൻ അവതാരക എന്ന നിലയിൽ ഒരു പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ചിന്തയെ എനിക്കില്ല. കാണാൻ ആൾക്കാരുണ്ടായിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിലുള്ളത്. ആനയുടെ കൊമ്പിൽ പിടിച്ച് ഫഹദ് ഫാസിൽ ഒരു ഫോട്ടോ ഇട്ടിരുന്നു ഈ അടുത്ത് FBയിൽ. അത് ഭയങ്കര വിവാദമായി. ഇതുപോലെ റിമി ടോമി FBയിൽ വിവാദ നായികയായ ഒരു കാര്യം എന്തായിരുന്നു? വിവാദങ്ങൾ ഒരുപാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ ആനയുടെ കാര്യം പറഞ്ഞപ്പോ ഞാനും റോയ്സും കൂടെ ഒരു ആനത്തൊട്ടിൽ അങ്ങനെ ഏതൊരു സ്ഥലത്ത് പോയി നിന്നപ്പോ അതിന്റെ അടിയിൽ ഇങ്ങനെ കമന്റ്സ് ഇങ്ങനെ ആന ചിന്തിക്കുന്നതായിട്ടാന്ന് തോന്നുന്നു, വിളിച്ചോണ്ട് പോടേ ഇവിളെ എന്നൊക്കെ പറഞ്ഞ. പിന്നെ എനിക്കിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ ഇഷ്ടപ്പെട്ടത് അച്ഛൻ, അമ്മ, അനിയത്തി, നമ്മൾ എന്ന് പറഞ്ഞു 4 പേരുടെ ഫോട്ടോ. അതിൽ ഒടിയലുണ്ണികൃഷ്ണൻ ഇരിക്കുന്നു, അതിന്റെ അടിക്കുറിപ്പ് ബെസ്റ്റ്. അമ്മയാണെ കമന്ന് കിടന്ന് ചിരി, അനിയത്തിയാണെങ്കിലും നല്ല ചിരി. റിമി ടോമിയുടെ കോമഡി കാണുന്നവർ എന്നാണ് അതിന്റെ ക്യാപ്ഷൻ. നമ്മൾ എന്നെ ഉള്ള സ്ഥലത്ത് ഒരു ഫോട്ടോ ഇട്ടേക്കുന്ന ഇന്നസെന്റ് ഏട്ടന്റെ മിഥുനം സിനിമയില് എന്റെ തല പൊട്ടിത്തെറിച്ച് പോട്ടെ എന്ന് പറഞ്ഞ ജഗതിയുമായിട്ട് ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ഇന്നസെന്റ് ഏട്ടൻ നിൽക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇന്നത്തെ യുവതലമുറയുടെ എക്സ്പ്രഷൻ എന്റെ കോമഡി കേൾക്കുമ്പോൾ.
ഓക്കെ. നാവ് എപ്പോഴെങ്കിലും താങ്കൾ ചതിച്ചിട്ടുണ്ടോ? നാവ് ഇതുവരെ ദൈവം സഹായിച്ച് ഞാൻ ചതിച്ചിട്ടില്ല. ചെറുതായിട്ടെങ്കിലും താങ്കളെ വേദനിപ്പിച്ചിട്ടുണ്ടോ നാവ്? അതൊരു വല്ലാത്ത ചോദ്യമായി. പിന്നെ ആൾക്കാർക്ക് ഏത് രീതി വേണേലും എടുക്കാം. നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരാളുടെ നാശമോ അവരെ ഞാൻ കരിവാരി തേക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ഷോയിൽ നിന്നൊന്നും ഒരാൾ പോലും, പലരും റീമിയുടെ പരിപാടിക്ക് വന്ന് റീമി എന്തൊക്കെയായിരിക്കും പറയാൻ പറ്റും, എന്തൊക്കെ ഇത്, പക്ഷെ എല്ലാരും ഹാപ്പി ആയിട്ടേ പോയിട്ടുള്ളൂ. റീമി ടോമിക്ക് താങ്കളുടെ ഫേസിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം സത്യസന്ധമായിട്ട് പറയും. മൂക്കാണ് എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അല്ലാതെ വേറെ ഒന്നും, എല്ലാം പിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. എനിക്ക് പിന്നെ എല്ലാം ഇഷ്ടം. റിമിയേക്കാളും മികച്ച 3 ചിരികൾ മലയാളത്തിൽ. എന്നെക്കാൾ മികച്ച 3 ചിരി MG ശ്രീകുമാർ, കലാഭവമണി, സലിം കുമാർ. 3 ചിരികളൊന്നും എനിക്ക് കേൾപ്പിച്ചു തരാൻ പറ്റും ഇപ്പൊ? അത് MG ശ്രീകുമാർ, മണിച്ചേട്ടൻ, പിന്നെ സലിമേട്ടന്റെ ഒരു പറ്റത്തില്ല. തിങ്കൾ മുതൽ വെള്ളി വരെ സിനിമയിലെ താങ്കൾ വളരെ സുന്ദരമായി അഭിനയിച്ച 2 പോർഷൻസ്, ഒന്ന് കല്യാണ സീൻ, ഒന്ന് ഫസ്റ്റ് നൈറ്റ് സീനാണ്. ഇതിൽ ഏറ്റവും ആത്മാർത്ഥമായി താങ്കൾ അഭിനയിച്ചതാണ്? ഇത് രണ്ടും ഓക്കെ. തിങ്കൾ മുതൽ വെള്ളി വരെ സിനിമയിൽ താങ്കൾക്ക് ഭർത്താവിനെ ഫുൾ ടൈം സംശയമാണ്. സംശയമാണ്. റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും താങ്കൾ ആ പാവപ്പെട്ട റോയ്സിനെ സംശയിച്ചു? എന്നെ സംശയമുള്ളൂ. സ്ഥിരമായിട്ട് സംശയമാണോ? തെറ്റ് ചെയ്താൽ മാത്രം. ഓക്കെ, ചെയ്യുന്നൊരു തെറ്റ് കേൾക്കട്ടെ. ഒരു തെറ്റ് ഇല്ല, പറയില്ല. Star Rating. ഇനി ക്ലബ് FM സ്റ്റാർ ജാമൽ സ്റ്റാർ റൈറ്റിംഗിന്റെ ടൈം. ഞാനൊരു പേപ്പറും പെന്നും കൊടുത്തിരിക്കുന്നു നമ്മളുടെ റിമിയുടെ കയ്യിൽ. ശരി, അവർ കാര്യം ചെയ്യാം. ഞാനിപ്പോ ഈ തന്ന പേപ്പറും പെന്നും വെച്ചിട്ട് ഞാൻ കുറച്ച് ആളുകളെ തരും. അവരെ കേട്ടിട്ട് മനസ്സ് നിറഞ്ഞിട്ട് അവർക്ക് മാർക്ക് ഇട്ട് കൊടുക്കണം. ശരി, സയനോര ഔട്ട് ഓഫ് 10 താങ്കൾ എത്ര മാർക്ക് കൊടുക്കും? അങ്ങനെ സയനോരയുടെ വെറൈറ്റി ആയിട്ടുള്ള പാടുന്ന ഒരു ഗാനാലാപനം വേറൊരു സിംഗർ ഇല്ല. അതുകൊണ്ട് എനിക്ക് 10 ആ വെസ്റ്റേൺ 9 മാർക്ക് 10 മൃദുല വാര്യർ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ശ്രേയ ഘോഷാലാണ് നമ്മുടെ. അപ്പൊ 10 യുവ പാട്ടുകാരില് 9 മാർക്ക് തന്നെ കൊടുക്കാം. മൊത്തത്തിൽ 9 കളിയാണോ ഇത്? അല്ലല്ല, ചിരിക്കാൻ വേണ്ടി ചോദിച്ചല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ മാർക്ക് ഇട്ടേക്കാം ബാക്കി എല്ലാവർക്കും. ശരി, ഗായത്രി. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം എന്നൊക്കെ പാടണമെങ്കിൽ ഗായത്രി ചേച്ചിക്കാണ് അതിന്റെ ഒരു ഹിന്ദുസ്ഥാനിയൊക്കെ മിക്സ് ചെയ്ത് ചേച്ചി അങ്ങ് ഒരു പൊളിക്കൽ 9.2 ഇരിക്കട്ടെ. ജോത്സ്ന ഏത് ടൈപ്പ് പാട്ടും വെസ്റ്റേൺ ആയിക്കോട്ടെ. കറുപ്പിനഴക് പാടിയ ജോത്സ്നയാണ് സുഖമാണി നിലാവ് പാടിയേക്കുന്നത്. അസാധ്യമായിട്ട് പാടുന്ന സിംഗർ 9.2 തന്നെ കൊടുക്കുകയാണ്. വീണ്ടും സൈനോരേക്കാളും മൃദുല വാര്യരേക്കാളും 0.2 കയറിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും. അങ്ങനെയൊന്നും ശ്വേത മോഹൻ പറയൂ. അടുത്ത സുജാ ചേച്ചി തന്നെയാണ് ശ്വേത. 9.2 കൊടുക്കാം. സിതാര, പ്രത്യേക ശബ്ദമാണ് സിതാരയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. 9 തന്നെ. താങ്കൾക്ക് റിമി ടോമി? അയ്യോ, ഒരു 5 ആയിക്കോട്ടെ. വിനയം. അതെനിക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടി, കാരണം ഈ വിനയം എന്റെ ഇഷ്ടം പോലെ. റിമി, തിങ്കൾ മുതൽ വെള്ളി വരെ താങ്കൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട സീൻ? കഷ്ടപ്പെട്ടത് ശരിക്കും ക്ലൈമാക്സ് തന്നെ ആയിരിക്കാം. അത് ആ ക്ലൈമാക്സ് കണ്ടപ്പോ എന്റെയും ഒരു കണ്ണ് നിറഞ്ഞു. ഇപ്പോഴും കണ്ണ് നിറയുന്നു ചെറുതായിട്ട്, സന്തോഷം കൊണ്ട്. ഈ സിനിമയിൽ റിമി ടോമി ഏറ്റവും ആസ്വദിച്ച് ചെയ്ത ഒരു സീൻ ഏതാണ്? ജയറാമേണ്ണനെ തല്ലുന്ന 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം കണ്ട് തല്ലുന്നുണ്ട് അതിന്റെ അകത്ത്. പക്ഷെ ആളുകൾ ചിരിക്കാണല്ലോ. അതാണ് അവരുടെ ഉദ്ദേശം. അത് നമ്മൾ വിജയിച്ചു കൊടുക്കേണ്ടതാണല്ലോ എന്നുള്ള രീതിയിലാണ് തോന്നുന്നു ആ ചിരി. സത്യം. തിങ്കൾ മുതൽ വെള്ളി വരെ മൂവിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിമി ടോമിക്ക് ഏറ്റവും പോസിറ്റീവായ ഒരു എനർജി തന്നത് ആരാണ്? കണ്ണൻ ചേട്ടൻ തന്നെ. തിങ്കൾ മുതൽ വെള്ളി വരെ ജയറാമേണ്ണന്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്ന ജയറാമേണ്ണന്റെ കൂടെയാണ്. താങ്കൾ എന്തോ പൈസ കൊടുത്ത് കൈയടിപ്പിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ സത്യമാണോ? കൈയടിക്കാൻ അങ്ങ് ചെലവ് ചെയ്യണോന്ന് പറഞ്ഞു. ശരി, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത്. എനിക്ക് അറിയായിരുന്നു അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, നമ്മുടെ ചേട്ടന്മാർ ഇഷ്ടപ്പെട്ട കാര്യം. അപ്പോ അവരുടെ സന്തോഷം അവരത് അത് മതി എന്ന് പറഞ്ഞു. ബാറുകൾ നിരോധിച്ചു. എന്താ റിമി ടോമിക്ക് വരാനുള്ള ഒറ്റ വാക്ക്? ബാറുകൾ നിരോധിച്ചാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കുടിച്ച് ശീലിച്ചവര് കൂടുതൽ പൈസ മുടക്കി 5 സ്റ്റാർ ഹോട്ടലിലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കുടിക്കാനേ സാധ്യതയുള്ളൂ. അല്ലാണ്ട് എല്ലാരും പോയി ധ്യാനം കൂടി നന്നാവും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. റിമി ടോമി എപ്പോഴെങ്കിലും മദ്യം രുചിച്ചിട്ടുണ്ട്? വൈൻ കഴിച്ചിട്ടുണ്ട് ഞാൻ. ഇഷ്ടം പോലെ നല്ല. അപ്പൊ നമ്മൾ സ്റ്റാർ ജാം 3 മണിക്കൂർ കഴിഞ്ഞു. എന്താണ് താങ്കളുടെ ഒരു ഫീൽ സ്റ്റാർ ജാമിനെ കുറിച്ച് കേൾക്കട്ടെ. നമ്മൾ എൻട്രി ഉള്ള ഈ റൂമില് നമ്മളെ ഒരു പരിചയമില്ല. എനിക്ക് സുബുവിനെ സംസാരം കേട്ടിട്ടുണ്ട്. ആളെയും കൂടെ കണ്ട് സംസാരിക്കുമ്പോഴുള്ള ഒരു വ്യക്തിയോട് അടുപ്പം വരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ സുബുവിനോട് അടുപ്പം വന്നു. സുബു വളരെ എനിക്ക് രസകരമായിട്ട് തോന്നി. ഇത്രയും സമയം പോയത് അറിഞ്ഞില്ല. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടു കുറച്ച്. അതെന്തിനു കഷ്ടപ്പെടാൻ. തിങ്കൾ മുതൽ വെള്ളി വരെ താങ്കൾ എന്ത് പറയുന്നു ഇപ്പോൾ ലിസണേഴ്സിന്റെ അടുത്ത്? പക്ക ഒരു കുടുംബ ചിത്രമാണ്. ആ ഒരു മനസ്സോട് കൂടി കൂളായിട്ട് വന്നിരുന്ന് കാണുക. പിന്നെ അങ്ങനെ ആരും എന്നെ അങ്ങനെ എന്റെ അഭിനയൊന്നും അങ്ങനെ അളക്കരുത്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു. പക്ഷെ എനിക്ക് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് വിളിക്കുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടു പോകുന്നേ ഇത് ഞാൻ തന്നെയാണോ? നിങ്ങൾക്ക് നമ്പർ തെറ്റിയോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുടെ അടുത്ത് അല്ലേ? ടൺ കണക്കിന് ഫൺ. ഒന്ന് പാട്ട് പോലെ പറയൂ 3 തവണ. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ഫൺ. ആഹാ, സൂപ്പർ.